AK വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മറ്റാരുമല്ല, ഡോക്ടർ പ്രമീള ദേവി. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന സഹോദരിമാരോടും അമ്മമാരോടും പെൺമക്കളോടും പറയാനുള്ളത്, തോൽക്കരുത്. നെവർ അലൗ യുവർ സെൽഫ് ടു ബി ഡിഫീറ്റഡ്. ഞാൻ 2-3 മേഖലകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒന്ന്, വളരെ കാലമായിട്ട് തന്നെ സ്ത്രീ ശാക്തീകരണ രംഗത്താണ്. സ്ത്രീകൾക്ക് എവിടെയൊക്കെ ദൗർബല്യവും വിഷമങ്ങളും ഉണ്ടാകുന്നു അവിടെയൊക്കെ ഓടിയെത്താൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റൊരാൾക്ക് സഹായകരമാകുന്നു, അവർക്കൊരു ആശ്വാസമാകുന്നു, സാന്ത്വനമാകുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ പുരസ്കാരം. അതുകൊണ്ട് ഞാൻ സ്ത്രീകളോടും പെൺകുട്ടികളോടും പറയുന്നു, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞിട്ട് മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ. കല്യാണം എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. പ്രൈമറി ആയത് നിങ്ങളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ്. വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. സാഹിത്യരംഗത്തും സാമൂഹ്യ രംഗത്തും ഇപ്പോഴും വളരെയേറെ തിരക്ക് ഉള്ള ഒരു വനിതാ രത്നമാണ്. നമസ്കാരം. നമസ്കാരം. ഈ വനിതാ ദിനത്തിലെ വനിതാ കമ്മീഷൻ മുന്നംഗം എന്ന നിലയില് എന്താണ് വനിതകൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം? ഓക്കെ, ടീച്ചറുടെ ചോദ്യം നല്ലൊരു ചോദ്യം തന്നെയാണ്. ഓരോ വർഷവും അന്തർദേശീയ വനിതാ ദിനം മാർച്ച് 8-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയും മറ്റും ഓരോ വർഷവും ഓരോ തീം അതിനുവേണ്ടി നിർദ്ദേശിക്കാറുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്, റൈറ്റ്സ്, ഈക്വാലിറ്റി ആൻഡ് എംപവർമെന്റ്. അതാണ് ഈ വർഷത്തെ തീം. അപ്പോ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങളും തുല്യതയും ശാക്തീകരണവും എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. നമുക്കറിയാം, സമകാലിക സംഭവങ്ങൾ നോക്കിയാൽ സ്ത്രീകൾക്ക് തുല്യതയുമില്ല, ശാക്തീകരണവുമില്ല, ജീവിച്ചിരിക്കാനുള്ള അവകാശം പോലുമില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന പലതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്ത്രീകളോട് ആദ്യം പറയാനുള്ളത്, പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ് പ്രതിസന്ധികൾ. അതിനെ നേരിടാനുള്ള ധൈര്യം ഉണ്ടാവണം, അതിനെ മറികടക്കാൻ കഴിയണം, അതിന്റെ മുൻപിൽ തോറ്റു പോകരുത്. അതിന്റെ മുമ്പിൽ ജീവിതം അവസാനിപ്പിക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിൽ തീരുമാനിച്ച അമ്മയെ പോലെ തീരുമാനിക്കരുത്. ഏത് പ്രതിസന്ധിയെയും ഞാൻ അതിജീവിക്കും, കാരണം ജീവിതം അത്ര വിലപ്പെട്ടതാണ്. ഇതാണ് എനിക്ക് എല്ലാ വനിതകളോടും ഈ ദിവസം പറയാനുള്ളത്. ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് നല്ലൊരു സംരക്ഷണം നൽകുന്നുണ്ടോ നമ്മുടെ നിയമം? അത് ഉണ്ടെന്നും ഇല്ലെന്നും പറയാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഭരണഘടനാപരമായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മുടെ രാജ്യത്ത് തുല്യ പദവിയാണ്, തുല്യ അവകാശങ്ങളുമാണ്, തുല്യ വേതനവുമാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ധാരാളം നിയമങ്ങൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലാണെങ്കിലും CRPC-യിലാണെങ്കിലും ഒക്കെ ഉണ്ട്. സ്ത്രീക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ. ഉദാഹരണത്തിന് ഗാർഹിക പീഡന നിരോധന നിയമമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നിയമമുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമുണ്ട്. സ്ത്രീധന നിരോധന നിയമം 60 വർഷത്തിനു മേലെയായിട്ട് ഇവിടെയുണ്ട്. ഇത്തരം നിയമങ്ങളൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ പ്രശ്നം, നിയമങ്ങൾ ഒരു വശത്ത് നിൽക്കുകയും നിയമങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു. നിത്യജീവിതത്തിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീധന നിരോധന നിയമം ഇല്ല എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ആളുകൾ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും. ഏതെങ്കിലും ഒരു യുവാവ് വിവാഹം കഴിക്കുമ്പോ ഞാൻ സ്ത്രീധനം വാങ്ങി എന്നയാൾ തുറന്നു സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും പെൺകുട്ടിയുടെ പിതാവ് എന്റെ മകളെ സ്ത്രീധനം കൊടുത്താണ് വിവാഹം കഴിപ്പിച്ചത് എന്ന് സമ്മതിക്കുമോ? ഇല്ല. ചുരുക്കത്തിൽ സ്ത്രീധനം കൊടുക്കലും വാങ്ങലും നടക്കുന്നു. സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എത്രയെത്രയോ സ്ത്രീകൾക്ക് ആജീവനാന്തം അവിവാഹിതരായി കഴിയേണ്ടി വരുന്നു. സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർതൃഗൃഹത്തിൽ പീഡനം അനുഭവിക്കുന്ന എത്രയെത്രയോ സ്ത്രീകൾ. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട വിസ്മയ, ഉത്തര തുടങ്ങിയ പെൺകുട്ടികൾക്കൊക്കെ
സ്ത്രീധനം കൊണ്ടുപോയതിന്റെ പേരിലാണ് പീഡനം അനുഭവിക്കേണ്ടി വന്നത്. അപ്പോ നിയമങ്ങളല്ല പോരായ്മയുള്ളത്, നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണം. അത് ഉറപ്പാക്കുന്നതിന് സർക്കാരിന് മാത്രമല്ല ചുമതല, പൊതുസമൂഹത്തിനും ആ ഉത്തരവാദിത്വം ഉണ്ട് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങള് കുടുംബജീവിതത്തിന്റെ തകർച്ചയ്ക്കാണ് സൂചന നൽകുന്നത് അല്ലെ? അത് ടീച്ചർ ചോദിച്ചത് വളരെ ഒരു യഥാർത്ഥ പ്രസക്തിയുള്ള അതെ സന്ദർഭത്തിലാണ് ചോദിക്കുന്നത്. കുടുംബജീവിതത്തിന്റെ മാത്രമല്ലോ, വാസ്തവത്തിൽ നമ്മുടെ മൂല്യബോധത്തിന് തന്നെ തകർച്ച സംഭവിക്കുന്ന കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഈ സഹപാഠിയായ ഒരു 10-15 വയസ്സുകാരനെ മറ്റു കൂട്ടുകാര് കൂടി നഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങൾ കൊണ്ട് പ്രഹരിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മൂല്യബോധം എവിടെ പോയി? കുടുംബജീവിതത്തിനെ ഭീകരമായി ബാധിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു എന്ന് വേണ്ട എല്ലാ തരത്തിലും കുടുംബജീവിതത്തെയും മനുഷ്യന്റെ സാംസ്കാരിക ബോധത്തെയും മൂല്യങ്ങളുടെ അടിത്തറയെയും തകർത്തു കളയുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ ദൈനംദിനം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മതവും വിശ്വാസവും പടർന്നു പന്തലിക്കുന്നു, പക്ഷെ ഇതൊന്നും അവരുടെ മൂല്യബോധത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. എന്താ നമ്മൾ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം മാറുക. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കുട്ടികളെ വഴിതെറ്റി പോകുന്നു എന്ന്. നമ്മൾ കുട്ടികൾക്ക് മൂല്യബോധം പകർന്നു കൊടുക്കാറുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് പഠിക്കെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയല്ലാണ്ട് ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കണം, നീ ആകണം അയൽപക്കത്തെ കുട്ടികളെക്കാൾ മുമ്പിലെന്ന് നിർബന്ധിക്കുകയല്ലാണ്ട് നീ ഒരു നല്ല മനുഷ്യനായി വളരണം, നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നത് നീ ഒരു മഹത്വമുള്ളവനാണെന്നുള്ളതിന്റെ പേരിലാകണം എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ അമിതമായ മത്സരബുദ്ധി മാത്രം സദാസമയവും കുത്തിവെച്ച് വളർത്തുന്ന കുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് മൂല്യബോധം, കുടുംബ ബന്ധങ്ങളുടെ മഹത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ ആശ്ചര്യം. അപ്പൊ നമ്മൾ മുതിർന്നവര് മാറിയേ പറ്റൂ പുതിയ തലമുറ മാറണമെങ്കിൽ. നമ്മള് മുതിർന്നവരെ കുറിച്ചും കുടുംബജീവിതത്തെ കുറിച്ചും എല്ലാം ഒക്കെ പറഞ്ഞു. ഇപ്പം ഉള്ള ഈ ചെറുപ്പക്കാരുടെ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു തരംഗം അതവരെ ബാധിക്കുന്നുണ്ട്. സത്യമാണ്. അത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ തന്നെ സോഷ്യൽ മീഡിയയുടെ തണലിലാണ് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. സോഷ്യൽ മീഡിയ ആണ് യഥാർത്ഥത്തിൽ അവരുടെ പോഷകം. ഇപ്പോ അവര് കഴിക്കുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളാണ്. ഫേസ്ബുക്ക് ആണ്, ഇൻസ്റ്റാഗ്രാം ആണ്, യൂട്യൂബ് ആണ്, വാട്സപ്പ് ആണ്. അങ്ങനെയുള്ള മാധ്യമങ്ങളിലാണ് അവരുടെ ജീവിതം. ഉണരുന്നതും ഉറങ്ങുന്നതും അവര് സോഷ്യൽ മീഡിയയിലാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയെ നമ്മള് അടങ്കല് കുറ്റം പറയാറുണ്ട്. പക്ഷെ എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ ഭാഗമായ ഒരു ലോകത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നതും. അപ്പൊ സോഷ്യൽ മീഡിയയെ നമ്മള് കാടടച്ച് വെടിവെക്കാൻ പാടില്ല. ഇലക്ട്രിസിറ്റിയെ പോലെയാണത്. ഇലക്ട്രിസിറ്റി ഇൻസുലേഷൻ പോയ ഭാഗത്ത് തൊട്ടാൽ ആ നിമിഷം തൊടുന്ന ആള് കരിഞ്ഞ് ചാമ്പലാകും. അതിന്റെ അർത്ഥം ഇലക്ട്രിസിറ്റി ദോഷാണെന്നാണോ? അല്ല. ആ ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് വെളിച്ചം പകരുന്നത്, ചൂടിൽ തണുപ്പാകുന്നത്, നമ്മൾ പതുക്കെ പറയുന്നത് ദൂരങ്ങളിൽ എത്തിക്കുന്നത്, എല്ലാം ഇലക്ട്രിസിറ്റിയാണ്. എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇത്തരം വസ്തുക്കളൊക്കെ നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഒരുപാട് കാര്യങ്ങളിൽ വലിയ പ്രയോജനമാണ്. പക്ഷെ അമിതമായി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നതൊക്കെ സത്യമാണെന്ന് ഭ്രമിച്ച് അതിന്റെ പിറകെ കൊളുത്തിവെച്ച വിളക്കിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ പോയി നമ്മുടെ കുട്ടികൾ ചാടുന്നു. വീട്ടുകാരോട് പറയാതെ നേരെ നാട് വിട്ട് മുംബൈയിലേക്ക് പോകുന്നു. ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട കാമുകനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടി ഓടി വീട് വിട്ട് ഇറങ്ങി വരുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയയോടുള്ള അതിര് കടന്ന അയഥാർത്ഥ ബോധത്തോടെയുള്ള ഭ്രമം അത് നമ്മുടെ ചെറുപ്പക്കാരെ വലിയ അപകടത്തിലെത്തിക്കും. അപ്പോഴും ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മള് OTT വന്നോടെ ഇപ്പോഴത്തെ കേരളത്തിലെ വലിയ ചർച്ച, ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒക്കെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഞങ്ങളല്ല, സിനിമയല്ല ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നത് എന്ന് പറഞ്ഞു. സിനിമയിലെ വയലൻസ് ആണോ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നത് എന്നുള്ള ചോദ്യം. അവിടെയും നമുക്ക് പറയാനുള്ളത്
സിനിമ കണ്ടിട്ട് മാത്രം ആള് കുറ്റകൃത്യങ്ങൾ ചെയ്യില്ല, ശരി തന്നെ. പക്ഷെ OTT-യിലൂടെ വരുന്ന കണ്ടന്റ് എന്തൊക്കെയാണ്, നമ്മുടെ സ്വീകരണ മുറിയിൽ എത്താൻ നമ്മൾ ആഗ്രഹിക്കാത്ത സാധനങ്ങൾ, നമ്മുടെ കുഞ്ഞു മനസ്സുകൾക്ക് താങ്ങാനാവാത്ത സാധനങ്ങളാണ് OTT-യിലൂടെ വരുന്നത് എന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമും ഒക്കെ ആവശ്യമില്ലാത്ത ചിലത് ചെറിയ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്താൽ അതിന് ദുസ്വാധീനം ഉണ്ടാകും, അപകടം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഇതിനകത്തൊക്കെ ഒരു സ്ക്രീനിങ് വേണം. നല്ലതും ചീത്തയും ചായ തിളപ്പിച്ച് അരിപ്പയിലൂടെ അരിച്ചെടുക്കും പോലെ നല്ലതും ചീത്തയും വേർതിരിച്ചെടുക്കാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം ഒരു അധ്യാപികയായിരുന്നു. അപ്പൊ ഞാനും ഒരു അധ്യാപികയാണ്. സന്തോഷം. അതെ അതെ അതെ, അതാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്, ടീച്ചിങ് കമ്മ്യൂണിറ്റിയാണ്. പഴയ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നത്തെ ആ അധ്യാപന രീതിയും ഇപ്പോഴത്തെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അധ്യാപകരെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു കുഴപ്പിക്കുന്ന ചോദ്യ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ അധ്യാപകരെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്തിലും രണ്ട് വശങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ അധ്യാപകരിൽ ധാരാളം സമർപ്പിത മനസ്കരായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സ് ധാരാളം പേരുണ്ട്. അറിവിനോട് വലിയ അഭിനിവേശമുള്ള അധ്യാപകർ ധാരാളം ഉണ്ട്. പക്ഷെ സംഭവിച്ച ഒരു മാറ്റം, ഗുരു ശിഷ്യ ബന്ധം എന്ന് നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ധാരണ ഉണ്ടല്ലോ, അതിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു, വലിയ പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു. അധ്യാപകൻ വലിക്കുന്ന സിഗരറ്റിൽ നിന്ന് തന്റെ സിഗരറ്റ് കൊളുത്തി വലിക്കുന്ന തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പല റീൽസും നമുക്ക് കാണേണ്ടി വരുന്നു. അല്ലെങ്കിൽ അധ്യാപകന്റെ നേരെ തട്ടിക്കയറുന്ന ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണേണ്ടി വരുന്നു. വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. ഇതിന്റെ കാരണവും എനിക്ക് വീട്ടുകാരിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ടീച്ചറെ. കാരണം മുൻകാലങ്ങളിൽ ഗുരു ദൈവമാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അധ്യാപകൻ ഈശ്വരനാണ് എന്നാണ്. ഇപ്പൊ അത് പോയിട്ട് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ വീട്ടിലെ പേരന്റ് ഉടനെ തന്നെ അധ്യാപകരെ വിളിച്ച് ചോദിക്കുകയാണ്, എന്റെ കുട്ടിയെ വഴക്ക് പറയാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ഞാനല്ലേ അവന് ചെലവിന് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്ത് കാര്യം വഴക്ക് പറയാൻ? ഇത്തരത്തിൽ അധ്യാപകനെ കുട്ടിയുടെ മുൻപിൽ ചെറുതാക്കി കാണിക്കാൻ മടിയില്ലാത്ത പേരൻസ്, രക്ഷകർത്താക്കൾ, അവരും അതിന് ഉത്തരവാദികളാണ്. പിന്നെ അധ്യാപകരെ കുട്ടികൾ ഭയപ്പെടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാല് തൊട്ട് വന്ദിക്കണമെന്നും ഭയപ്പെടണമെന്നും ഒന്നും ഞാൻ നിർബന്ധം പഠിക്കുന്നില്ല. പക്ഷേ തനിക്ക് വഴികാട്ടി തരുന്നയാൾ, തനിക്ക് പ്രകാശത്തിന്റെ ലോകത്തേക്കുള്ള പാത തെളിച്ചു തരുന്നയാൾ എന്നൊരു ബോധ്യം കുട്ടിക്ക് അധ്യാപകരെ കുറിച്ച് ഉണ്ടാവണം. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, ഞാനൊരു ഫെസിലിറ്റേറ്റർ ആണ്. എന്ന് വെച്ചാൽ ഒരു വലിയ ജനാല തുറന്നു പിടിച്ച് നോക്കൂ, ജനാലയ്ക്കപ്പുറം മഹത്തായ ഒരു ആകാശമുണ്ട്, ആ ആകാശത്തിലേക്കാണ് നിങ്ങൾ പറന്നുയരേണ്ടത്, അതിന് നിങ്ങൾക്ക് ചിറകുകളാണ് മുളയ്ക്കേണ്ടത്. ഈ ലോകത്തുണ്ടായിട്ടുള്ളത് കോടാനുകോടി പുസ്തകങ്ങളാണ്, ആ പുസ്തകങ്ങൾ പരമാവധി വായിക്കാൻ ശ്രമിക്കുക, ചിന്തിക്കുക. നമ്മുടെ ജീവിതം ഒരു കൊളുത്തി വെച്ച വിളക്ക് പോലെയാകാൻ ശ്രമിക്കുക. നമ്മൾ മാഞ്ഞു പോയി കഴിഞ്ഞാലും, ടീച്ചറെ ഉദാഹരണം പറഞ്ഞാൽ, ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെയൊക്കെ മുറ്റത്ത് മുല്ല ഉണ്ടെങ്കിൽ മുല്ല പൂക്കും, നല്ല മണമായിരിക്കും അത് പൂത്തു നിൽക്കുമ്പോൾ. പിറ്റേ ദിവസം മുല്ലപ്പൂ കൊഴിഞ്ഞാലും ആ ഭാഗത്ത് കുറച്ച് സുഗന്ധം അവശേഷിക്കും, പരിമളം അവശേഷിക്കും. അതുപോലെ ആകണം മനുഷ്യരുടെ ജീവിതം. നമ്മൾ മാഞ്ഞു പോയി കഴിഞ്ഞാലും സുഗന്ധം അവശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് അധ്യാപകർ അക്കാര്യത്തിൽ നിഷ്ഠ പുലർത്തണം. മാതാപിതാക്കൾ അധ്യാപകരെ ഒരിക്കലും പുച്ഛിച്ചോ അവഹേളിച്ചോ വിമർശിച്ചോ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ സംസാരിക്കില്ല എന്ന ഒരു നിഷ്ഠയും പാലിക്കണം. നമുക്ക് വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ ഈ മൂല്യമൊക്കെ. ഇതൊന്നും അറബിക്കടലിന്റെ അടിയിലായി പോയിട്ടില്ല. ശ്രദ്ധിച്ചാൽ, മനസ്സ് വെച്ചാൽ നമുക്ക് വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. മാഡം ഒരു സാഹിത്യകാരിയാണ്. അപ്പം ധാരാളം കവിതകളും നോവലുകളും എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ? അതെ അതെ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. എനിക്ക് എന്നോട് കുറച്ചു കാലം മുമ്പ് ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, എങ്ങനെ അറിയപ്പെടാനാണ്, ഒരു 100 വർഷത്തിന് ശേഷം എങ്ങനെ ഡോക്ടർ പ്രമീള ദേവി എന്തായിരുന്നു എന്നറിയപ്പെടാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു, യാതൊരു സംശയവും ഇല്ല, കവിയായിരുന്നു എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം. കാരണം കവിതയാണ് എൻ്റെ സ്വന്തം ആന്തരിക ലോകം. കവിത എഴുതുന്നതാണ് എന്നെ ഏറ്റവും ആനന്ദിപ്പിക്കുന്ന ഒരു കാര്യം.
ഞാൻ 7 മലയാള കവിതാ സമാഹാരങ്ങൾ, അതില് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ചതാണ് പ്രമീള ദേവിയുടെ കവിതകൾ എന്ന് പറയുന്ന ഒരു കളക്റ്റഡ് വർക്ക്സ്. ഇത് മാതൃഭൂമി പബ്ലിഷ് ചെയ്തതാണ്. ഇതിനാണ് അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയ പുസ്തകങ്ങൾ. അതുകൂടാതെ എനിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ യുവകവി അവാർഡ്, ലളിതാംബിക അന്തർജന അവാർഡ്, പൂന്താനം അവാർഡ്, വെൺമണി സാഹിത്യ പുരസ്കാരം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാഹിത്യ പുരസ്കാരം, മഹാകവി കുട്ടമത്ത് അവാർഡ്, മഹാകവി മൂലൂർ അവാർഡ്, ഇടശ്ശേരി അവാർഡ്, മുതുകുളം പാർവതിയമ്മ അവാർഡ്, ഇങ്ങനെയുള്ള കുറേയധികം സാഹിത്യ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം കവിത എഴുതാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. കവിതയ്ക്കൊപ്പം ലേഖനങ്ങളും ചെറുകഥകളും ബാലസാഹിത്യ ഗ്രന്ഥങ്ങളും ഒക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ 5 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10-12 പഠന ഗ്രന്ഥങ്ങൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു അന്തർദേശീയ സമാധാന പുനഃസ്ഥാപക കൂടെയാണ്, ഇന്റർനാഷണൽ പീസ് ബിൽഡറാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയത്തില് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിതയെ സംബന്ധിച്ച് പറഞ്ഞാല്, കവിതയെ പറ്റിയുള്ള ഭാരതീയമായ സങ്കല്പം രുദിതാനുസാരിയാണ് കവിത എന്നാണ് കാളിദാസൻ പറയുന്നത്. എന്താണ് രുദിതാനുസാരി? രുദിതം എന്ന് പറഞ്ഞാൽ കരച്ചിൽ എന്നാണ്. കരച്ചിലിനൊപ്പം നിൽക്കുന്നത്, സങ്കടത്തിനൊപ്പം നിൽക്കുന്നത്, സങ്കടം തുടച്ചു മാറ്റുന്നതാവണം കവിത. എന്ന് വെച്ചാൽ കാരുണ്യമാണ് കവിതയുടെ ഭാഷ. മറ്റൊരാളിന്റെ, അത് മനുഷ്യരുടെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ആരുടെയും ആയിക്കോട്ടെ, വേദന തുടച്ചു മാറ്റാൻ, വേദനയ്ക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന കാരുണ്യമാണ് കവിത. കാരണം നമുക്കറിയാം, ഭാരതത്തിലാണ് ലോകത്തെ ആദ്യത്തെ കാവ്യം ഉണ്ടായതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രാമായണം ടീച്ചർക്കറിയാം. രാമായണം രചിക്കാൻ വാത്മീകിക്ക് കാരണമായത് എന്താണ്? വാത്മീകി നടന്നു പോകുമ്പോൾ 2 ക്രൗഞ്ച പക്ഷികളിൽ, ഇണപ്പക്ഷികളിൽ ഒന്നിനെ ഒരു കാട്ടാളൻ അമ്പെയ്ത് വീഴിക്കുന്നു. മറ്റേ അതിന്റെ ഇണപ്പക്ഷിയുടെ, പെൺപക്ഷിയുടെ കരച്ചില് കണ്ടിട്ടാണ് മാനിഷാദ പ്രതിഷ്ഠാത്വമഗമ ശാശ്വതീ സമ യത്ക്രൗഞ്ച മധുനാദേഹം അവധീകാമ മോഹിത എന്ന് വാത്മീകി പറയുന്നത്. ഈ ഇണപക്ഷികളെ ഉപദ്രവിക്കരുത്, ഒന്നിനെയും വേദനിപ്പിക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് കവിത സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും തലോടലാണ്. കവിത എഴുതുന്നതാണ് പരമാനന്ദം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്. എനിക്ക് കവിത പോലെ തന്നെ കവിതയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരു മേഖലയാണ് സിനിമ. കാരണം കവിതയിൽ നമ്മൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാൻ ചിലപ്പോ ഒരു ഫുട് നോട്ട് വേണ്ടി വരും. അടിക്കുറിപ്പുണ്ടെങ്കിലേ ചിലർക്ക് ചില കവിതകൾ മനസ്സിലാവും. പക്ഷെ സിനിമയുടെ പ്രത്യേകത അടിക്കുറിപ്പില്ലാതെ അത് മനസ്സിലാവും എന്നുള്ളതാണ്. നമ്മൾ അഭിനയത്തിലൂടെ അവതരിപ്പിക്കുന്ന കാര്യം പിന്നെ പ്രത്യേകിച്ച് ഒരു വിശദീകരണം വേണ്ടി വരുന്നില്ല. അത് ഏത് സിനിമ എടുത്താലും, ഏത് അഭിനയ മുഹൂർത്തം എടുത്താലും അതങ്ങനെ തന്നെയാണ്. അത് അഭിനയിച്ചു ഫലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വ്യാഖ്യാനം, വിശദീകരണം വേണ്ടി വരുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, സിനിമ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞ ഒരു മാധ്യമം കൂടെയാണ്. ടെക്നോളജി ഉണ്ട്, സാഹിത്യമുണ്ട്, നാടകീയതയുണ്ട്, സംഗീതമുണ്ട്, അഭിനയമുണ്ട് എന്ന് വേണ്ട എല്ലാം തികഞ്ഞ 20ാം നൂറ്റാണ്ടിലെ സമ്പൂർണ്ണ മാധ്യമം, ദ ഓൾറൗണ്ട് മീഡിയ ഓഫ് ദ പ്രസന്റ് സെഞ്ചുറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കലാരൂപമാണ് സിനിമ. എനിക്ക് സിനിമ വലിയ താല്പര്യമുള്ള ഒരു മേഖലയാണ്. 6-7 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സത്യനന്ദിക്കാടിന്റെ ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിൽ അഭിനയിച്ചത് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. അതുല്യ കലാകാരനായ ശ്രീ യശശരീരനായ ശ്രീ ഇന്നസെന്റിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിരുന്നു. ആ സൗഹൃദം വീണ്ടും അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹബന്ധം തുടർന്നിരുന്നു. ദുൽഖർ സൽമാനെ പോലെ ഒരു യുവ തലമുറയുടെ ഹരമായ യുവനടൻ, യുവതാരം അതിനകത്തുണ്ടായിരുന്നു. മുകേഷിനെ പോലെ ഇരുത്തം വന്ന മറ്റൊരു നടൻ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയായിരുന്നു. മറ്റു പല സിനിമകളും അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും അഭിനയം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു 3 വർഷങ്ങൾ അടുപ്പിച്ച്. ഞാൻ പഠിച്ച കോളേജിൽ 3 വർഷവും ഞാൻ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. ഒതല്ലോ നാടകം അഭിനയിച്ചപ്പോൾ ഡെസ്ഡിമോണയായിട്ടും, CJ തോമസിന്റെ ആ മനുഷ്യൻ നീ തന്നെ അഭിനയിച്ചപ്പോൾ ബത്ശേബ ആയിട്ടും, അഭിജ്ഞാന ശാകുന്തളത്തിന്റെ കുറച്ചു ഭാഗം അവതരിപ്പിച്ചപ്പോൾ ശകുന്തളയായിട്ടും ഒക്കെ അഭിനയിച്ച് എനിക്ക് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കലാപരമായിട്ടും സാഹിത്യരംഗത്തും എല്ലാം. ഇപ്പോഴേ സാമൂഹ്യ രംഗത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നത് അല്ലെ? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം
സമൂഹമാണല്ലോ നമ്മുടെയൊക്കെ നിലനിൽപ്പ്. നമ്മുടെയൊക്കെ എത്രത്തോളം ഉയരത്തിലേക്ക് വളർന്നാലും സമൂഹത്തിലാണ് നമ്മുടെ വേരുകൾ. നമുക്കറിയാം, വലിയ വൃക്ഷങ്ങൾക്ക് അതിന്റെ ശിഖരങ്ങൾ വെട്ടിക്കളഞ്ഞാലും ഇല വെട്ടിക്കളഞ്ഞാലും അല്ലെങ്കിൽ പൂക്കളും കായ്കളും ഇല്ലെങ്കിലും അത് നിലനിൽക്കും. പക്ഷെ വേരുപടലം മണ്ണിൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കണം. വേരുപടലമാണ് വൃക്ഷത്തെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ നാം ജീവിക്കുന്ന സമൂഹം, സൊസൈറ്റൽ ബാക്ക്ഗ്രൗണ്ട്, അതാണ് നമ്മളെയൊക്കെ പിടിച്ചു നിലനിർത്തുന്നത്. അപ്പൊ തീർച്ചയായും സാമൂഹ്യമായ പ്രതിബദ്ധത നമുക്കുണ്ട്. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാന് 2-3 മേഖലകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഒന്ന് വളരെ കാലമായിട്ട് തന്നെ സ്ത്രീ ശാക്തീകരണ രംഗത്താണ്. സ്ത്രീകൾക്ക് എവിടെയൊക്കെ ദൗർബല്യവും വിഷമങ്ങളും ഉണ്ടാകുന്നു അവിടെയൊക്കെ ഓടിയെത്താൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. സ്ത്രീകൾക്ക് എന്നാൽ കഴിയാവുന്ന സഹായം. കാരണം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യുന്നു എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അതിന്റെ മറുപടി, സ്ത്രീകൾ ഡബിളി ബേർഡൻഡ് ആണ്, ഇരട്ട ഭാരമാണ് അവരുടെ മേലെയുള്ളത്. പുരുഷന് പലപ്പോഴും പൊതുജീവിതമുണ്ട്, പൊതുവിടങ്ങളുണ്ട്, കുറെ കൂടി സ്വതന്ത്രമാണ് അവന്റെ ലോകം. സ്ത്രീകളെ സംബന്ധിച്ച് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചൊതുക്കപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല, പുറത്തു പോയി ജോലി ചെയ്താലും തിരിച്ച് വീട്ടിൽ വന്ന് അടുക്കളപ്പണിയും വീട്ടുകാര്യങ്ങളും ഒക്കെ അവർ ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഇരട്ട ഭാരം വഹിക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ വളർത്തലും വീട്ടിലുള്ള മറ്റുള്ളവരുടെ പരിചരണവും ഒക്കെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം ആകുമ്പോൾ, അതിനും പുറമെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ധാരാളം സ്ത്രീകൾക്കുണ്ടാകുന്നത്. ഭർത്താവ് ചെലവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞ് ആ നിരാശയിലാണ് നഴ്സിംഗ് ബിരുദധാരിണിയായ പാവം ഒരു സ്ത്രീ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഏറ്റുമാനൂര് റെയിൽവേ ട്രാക്കിൽ പോയി നിന്ന് മരിച്ചത്. ആ ലോക്കോ പൈലറ്റ് പറയുന്നു, ഞാൻ പലവട്ടം ഹോൺ മുഴക്കി, അവര് മാറാതെ പരസ്പരം മുറുകെ കെട്ടിപ്പിടിച്ചു നിന്നു. ആലോചിച്ച് നോക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ചെയ്തിയിലേക്ക് എത്തണമെങ്കിൽ ആ സ്ത്രീ എന്തായിരിക്കണം സഹിച്ചത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് എത്തിക്കാവുന്ന സഹായങ്ങൾ എത്തിക്കുകയും അവർക്ക് ബോധവൽക്കരണം നടത്തുകയും നിരന്തരമായിട്ട് സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ കുറിച്ച് അവരോട് പറയുകയും, ഒരു ആൺകുട്ടി പഠിച്ച് ജോലി നേടാതെ വിവാഹം കഴിച്ചാൽ പോലും അവൻ എപ്പോഴും വീട്ടിൽ അധികാരമുണ്ട്. മറിച്ച് പെൺകുട്ടി വരുമാനം സ്വന്തമായിട്ടില്ലെങ്കിൽ വെറും ചവിട്ടുമെത്ത പോലെയാകും, ചവിട്ടി പോലെയാകും. അതുകൊണ്ട് ഞാൻ സ്ത്രീകളോടും പെൺകുട്ടികളോടും പറയുന്നു, പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞിട്ട് മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ. കല്യാണം എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. പ്രൈമറി ആയത് നിങ്ങളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ്. അത് ഞാൻ സ്ത്രീകളോടും പെൺകുട്ടികളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഞാൻ നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. ആ നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതും സമൂഹത്തോടുള്ള കുറേയധികം സേവനങ്ങൾ തന്നെയാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുന്ന പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ പദ്ധതികളെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന, കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ അമ്മമാര് അടുപ്പിൽ വിറക് പുക ഊതി ശ്വാസകോശ രോഗങ്ങൾ വന്ന് മരണപ്പെട്ടവര് കോടിക്കണക്കിനാണ്. അതിനൊരു പരിഹാരം എന്നോണോ ആണ് സൗജന്യ പാചകവാതക കണക്ഷൻ. അതേപോലെ തന്നെ ഇത്രയും കാലം ധാരാളം വീടുകളിലെ ടോയ്ലറ്റ് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. വെളിയിടങ്ങളിൽ പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റേണ്ടി വരേണ്ടവരുടെ ബുദ്ധിമുട്ട്, അത്തരം കാര്യങ്ങൾക്കൊരു പരിഹാരമാണ് നമ്മുടെ സ്വച്ഛതാ അഭിയാൻ. അപ്പോ ഇത്തരം കാര്യങ്ങള് ആളുകളിൽ എത്തിക്കുകയും ജനങ്ങൾക്ക് പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു മേഖല എന്ന നിലയ്ക്ക് രാഷ്ട്രീയത്തെ കാണുകയും ചെയ്യുന്നതാണ് എന്റെ മറ്റൊരു സന്തോഷം. സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ ഏതെല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? സാമൂഹ്യ സേവനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റൊരാൾക്ക് സഹായകരമാകുന്നു, അവർക്കൊരു ആശ്വാസമാകുന്നു, സാന്ത്വനമാകുന്നു, അതുതന്നെയാണ് ഏറ്റവും വലിയ പുരസ്കാരം. എന്നാലും സാമൂഹ്യ സേവന രംഗത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന 4-5 പുരസ്കാരങ്ങളെ കുറിച്ചുകൂടി ഞാൻ പറയാം. അതിലേറ്റവും വലിയ പുരസ്കാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകുന്ന വുമൺ അച്ചീവർ ഓഫ് ദ ഇയർ എന്ന പുരസ്കാരമാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന പുരസ്കാരം 2015 എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ തത്വമസി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. നിലയ്ക്കൽ കമ്മ്യൂണൽ ഹാർമണി പുരസ്കാരം 2 മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ഊട്ടി വളർത്തുന്നതിനുള്ള പരിശ്രമത്തിന് കിട്ടിയിട്ടുണ്ട്. ഇടുക്കി ജില്ലാ വിമൻസ് കൗൺസിലിന്റെ വുമൺ അച്ചീവർ ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്.
അതേപോലെ സെൻട്രൽ ലയൺസ് ക്ലബിന്റെ വുമൺ അച്ചീവർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. വാസുദേവ കീർത്തി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് വടവാതൂർ NSS കരയോഗത്തിന്റെ. ഇങ്ങനെ സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട ഒരു 7 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഏറ്റവും വലിയ പുരസ്കാരം സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരുടെയെങ്കിലും കണ്ണീരൊപ്പാൻ നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ്. ആർക്കെങ്കിലും സഹായം ആകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് സ്നേഹപൂർവമായ ഒരു സ്പർശം പോലും ആളുകൾക്ക് വലിയ ആശ്വാസമാകും. അത് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഈശ്വരൻ അതിനുള്ള ഒരു ടൂളായിട്ട്, ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ഉപകരണമായിട്ട് നമ്മളെ ഉപയോഗിക്കട്ടെ എന്നുള്ളതാണ് അതേക്കുറിച്ചുള്ള എൻ്റെ ആശയം. അപ്പൊ അന്താരാഷ്ട്ര വനിതാ ദിനത്തിലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം AK വ്ലോഗ്സിന് വേണ്ടി ചെലവഴിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. എനിക്കും വളരെ സന്തോഷം, ഞാനത് ആസ്വദിച്ചു. അപ്പൊ നമ്മുടെ ഈ വനിതാ ദിനത്തിലെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം, ഒരു മെസ്സേജ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. നമ്മുടെ പ്രേക്ഷകർ, പ്രത്യേകിച്ച് നമ്മളെ കേൾക്കുന്ന വനിതകൾ, അവരൊരു കാര്യം തീരുമാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാരണവശാലും തോൽക്കാൻ തയ്യാറാവില്ല എന്നവർ തീരുമാനിക്കണം. നോബൽ സമ്മാന ജേതാവായ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന പ്രഖ്യാതമായ ഒരു നോവലുണ്ട്. ആ നോവലിലെ ഒരു വാചകം, മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ്. മാൻ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെന്ന അർത്ഥത്തിലാണ്, അവിടെ പുരുഷൻ എന്നല്ല. മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും, പക്ഷെ തോൽപ്പിക്കാനാവില്ല. ഒരു പനി വന്നാൽ, കാലിലൊരു മുള്ളുകൊണ്ട് സെപ്റ്റിക് ആയാൽ ശരീരമില്ലാതെയാകും, ജീവിതമില്ലാതെയാകും, മരിച്ചു പോകും. പക്ഷെ തോൽപ്പിക്കാൻ മറ്റൊരാൾക്ക് പറ്റില്ല. തോൽക്കാൻ നമ്മൾ തീരുമാനിക്കുന്ന നിമിഷം വരെ മറ്റൊരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന സഹോദരിമാരോടും അമ്മമാരോടും പെൺമക്കളോടും പറയാനുള്ളത്, തോൽക്കരുത്. നെവർ അലൗ യുവർസെൽഫ് ടു ബി ഡിഫീറ്റഡ്. എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ ചെറുത്തു നിൽക്കുക. നിങ്ങളെ തോൽപ്പിക്കാൻ ലോകം നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ സൈന്യമായി വന്നു എന്ന് വരും. അപ്പോഴും നിങ്ങളുടെ ആത്മബലത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ, നിങ്ങൾ ധർമ്മത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ, ഭാരതം വിശ്വസിക്കുന്നത് ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണ്. ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് ധർമ്മത്തിന്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ശരിയുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാനൊക്കില്ല. എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, തോൽക്കാൻ തയ്യാറാകാതിരിക്കുക. മറ്റൊരാൾക്കും വേദന ഉണ്ടാക്കാതെ ജീവിക്കുക. 18 പുരാണങ്ങൾ രചിച്ച വ്യാസനോട് ചോദിക്കുന്നുണ്ട്, 18 പുരാണങ്ങളെ കൂടെ താങ്കൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന്. അദ്ദേഹം 2 വരിയിൽ അതിന്റെ ഉത്തരം എഴുതി. ലക്ഷോപലക്ഷം ശ്ലോകങ്ങളിൽ പറഞ്ഞതിന് 2 വരിയിൽ മറുപടി പറഞ്ഞു. പരോപകാര പുണ്യായ പാപായ പരപീഡനം. മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്നത് എന്തും പാപമാണ്, മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാക്കുന്നത് എന്തും പുണ്യമാണ്. മറ്റു മനുഷ്യർക്ക്, പ്രകൃതിക്ക്, മറ്റു ജീവജാലങ്ങൾക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുക. പരാജയപ്പെടുകയില്ല എന്ന് ഉറപ്പിക്കുക. ജീവിതമാണ് ഏറ്റവും വലിയ ലക്ഷറി. ജീവിച്ചിരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് ജീവിക്കുക. ജീവിതത്തിൽ ധൈര്യമായി കാലുറപ്പിച്ചു നിൽക്കുക. നാളെ ഇന്നത്തെക്കാൾ നല്ലതായിരിക്കും എന്നുറച്ച് വിശ്വസിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു നല്ല വനിതാ ദിനം നല്ല വാർത്തകൾ കൊണ്ട്, നല്ല മനസ്സാന്നിധ്യം കൊണ്ട് പ്രകാശപൂർണമായ ഒരു വനിതാ ദിനം ഉണ്ടാകട്ടെ. ടീച്ചർക്കും ടീച്ചറിന്റെ AK വ്ലോഗ്സിനും പ്രേക്ഷകർക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.